ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും A to Z മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ചോക്ലേറ്റാണ് കേട്ടോ ഉണ്ടാക്കി കാണിക്കുന്നത്. നല്ല ക്രഞ്ചി ആയിട്ടുള്ള കാരമൽ പീനട്ട് ചോക്ലേറ്റ്. എല്ലാവരും ഈ വീഡിയോ കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോക്ലേറ്റാണ് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫസ്റ്റ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിന് ശേഷം നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കി തുടങ്ങാം. ഫസ്റ്റ് ഇതുപോലെ ഒരു പാൻ വെച്ചതിന് ശേഷം സ്റ്റൗ ഓണാക്കി ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് ആദ്യം പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര ഈ ഒരു കപ്പിൽ 1.5 കപ്പോളം പഞ്ചസാര എടുക്കുന്നുണ്ട്. ഇനി ഇത് കാരമൽ ചെയ്യാണ് വേണ്ടത്. ഈ ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ കാരമൽ പീനട്ട് ചോക്ലേറ്റാണ് കേട്ടോ. ഫസ്റ്റ് കാരമൽ ആക്കണം. അതിന് ശേഷം ഇതിലേക്ക് നല്ല തിക്കായിട്ടുള്ള പാൽ ഒഴിച്ച് കൊടുക്കണം. പാലിലെയും ക്രീമുണ്ടെങ്കിൽ ക്രീം ഒഴിച്ചാലും മതിയാവും കേട്ടോ. ആദ്യം ഇത് നല്ലോണം കാരമലായിട്ട് കിട്ടണം. വെള്ളമൊന്നും ചേർക്കണ്ട. ചെറിയ ചൂടിൽ വെച്ചിട്ട് തന്നെ കാരമലാക്കി എടുക്കാൻ നോക്കണം. കരിയാൻ പാടില്ല കേട്ടോ, അത് ശ്രദ്ധിക്കണം. കരിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും. അതുകൊണ്ട് ചെറിയ ചൂടിൽ തന്നെ കാരമലാക്കി എടുക്കാൻ നോക്കണം. ആ ഒരു നല്ല കളർ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇപ്പം നല്ലോണം പഞ്ചസാരയെല്ലാം നല്ലോണം ഇളകി ഇപ്പോൾ നല്ലൊരു കളറോട് കൂടിയ കാരമലായിട്ടുണ്ട് കേട്ടോ. ഇനി അതിന് ശേഷം ഞാനിതിലേക്ക് പാൽ ഒഴിക്കുന്നുള്ളൂ. പാൽ ഇതുപോലെ ഈ ഒരു കപ്പിലാണ് ഒഴിക്കുന്നത്. ഞാനിവിടെ ഒരു 2 പാലെടുത്ത് നല്ലോണം ഇതുപോലെ തിക്കാക്കി എടുത്തതിന് ശേഷം ഈ ഒരു കപ്പ് പാലാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഒഴിക്കുമ്പോൾ സൂക്ഷിച്ച് ഒഴിക്കണം കേട്ടോ. ഇനി ആ കാരമലെല്ലാം ഒന്ന് ഇതിലേക്ക് മിക്സായി കിട്ടണം. ആദ്യം ഫസ്റ്റ് കുറച്ച് കട്ടിയായിട്ടുണ്ടാവും. അത് കുറച്ച് ചൂടാകുമ്പോൾ അതെല്ലാം അലിഞ്ഞ് ചേർന്നോളും. ഇപ്പം നല്ലോണം ഇതാ കണ്ട, നല്ലോണം ആ പാലിലേക്ക് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ കടല പീനട്ട്, അതുപോലെ ബട്ടറും ചേർക്കണം. പീനട്ട് ഞാൻ ഇതിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇടുന്നത്. ബട്ടർ ഇതാ ഈ ഒരു പീസ് ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു 30 ഗ്രാമോളം കാണും. ഇനി ആ ബട്ടറൊന്ന് നല്ലോണം മെൽട്ടായിട്ട് അതിലേക്ക് ചേർന്നതിന് ശേഷം നമുക്കിതിലേക്ക് പീനട്ട് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പം ബട്ടർ നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കടല ചേർത്ത് കൊടുക്കാം. കടല ഞാൻ മിക്സിയിൽ നിന്ന് ഒന്ന് ക്രഷാക്കിയിട്ടാണ് കേട്ടോ ഇടുന്നത്. ഈ ഒരു കപ്പ് കടലയാണ് ചേർക്കുന്നത്. ഇനി നല്ലോണം നമുക്ക് മിക്സാക്കി കൊടുക്കാം. ഇനി ഇത് നല്ലോണം മിക്സാക്കി പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നത് വരെ ഇത് ചെയ്തുകൊണ്ട് നിൽക്കണം. കൈയെടുക്കാണ്ട് ഇതുപോലെ ചെയ്തുകൊണ്ട് നിൽക്കണം. ചൂടധികം പാടില്ല കേട്ടോ. ചെറിയ ചൂടിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. കരിഞ്ഞു പോകാണ്ട് എടുക്കാൻ നോക്കണം. കരിഞ്ഞു പോയാൽ ടേസ്റ്റ് മാറും. ഈ പാത്രത്തിൽ നിന്ന് വിടുന്ന ആ സ്റ്റേജിൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് സെറ്റാക്കി എടുക്കണം. എടുക്കുന്ന പാത്രത്തിൽ ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ഓയിലോ തടവിന് ശേഷം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിതുപോലൊരു പാത്രം എടുത്തിന്. ഇനി അതിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ഫ്രിഡ്ജിലേക്ക് തണിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി ഒന്ന് സെറ്റാക്കി എടുക്കണം. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം.
നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ ഇഷ്ടമായാൽ കമൻസും ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. തണിഞ്ഞതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇത് ഞാനൊരു അരമണിക്കൂർ വെച്ചപ്പോൾ തന്നെ ഇത് നല്ലോണം സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിതുപോലെ ഒരു ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയറായിട്ടോ അല്ലെങ്കിൽ നീളത്തിലോ മുറിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പുള്ള മോഡുള്ളതുകൊണ്ട് അത് വെച്ച് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നു. ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കണം. ഇതങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കാം. കയ്യിലൊരു ഒട്ടുന്ന മാതിരി ഉണ്ടാവും. കുറച്ച് ഓയിൽ തടവിന് ശേഷം എടുത്താൽ മതി കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനെല്ലാം കട്ട് ചെയ്തെടുത്ത് ബാക്കിയുള്ളത് ഇതുപോലെ ബോൾസായിട്ട് ഉരുട്ടിയിട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽട്ടാക്കി എടുത്തതിന് ശേഷം ഞാനിവിടെ നല്ല ഡാർക്ക് ചോക്ലേറ്റ് ഇങ്ങനെ ഇതുപോലെ മെൽട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒന്ന് ഇതുപോലെ മുക്കിയെടുക്കാം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. എന്നിട്ട് അത് തിരിച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റണം കേട്ടോ. അത് സെറ്റായി കിട്ടാൻ കുറച്ച് നേരം എടുക്കും. നല്ലോണം സെറ്റായതിന് ശേഷം മാത്രമേ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാവൂ കേട്ടോ. ഇല്ലെങ്കിൽ അത് തിരിച്ചും കയ്യിലെല്ലാം ഒട്ടുന്ന മാതിരിയായിരിക്കും. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് കൈ കൊണ്ട് തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ഒരു സ്റ്റിക്ക് വെച്ചോ അതൊന്ന് കുത്തിയെടുത്ത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് ഒരു ഗ്ലാസ്സിൽ മെൽട്ടാക്കിയ ചോക്ലേറ്റ് ഗ്ലാസ്സിലൊഴിച്ച് അതിലേക്ക് ഇട്ട് വേഗത്തിൽ തന്നെ നമുക്ക് ഇതുപോലെ മുക്കി മുക്കി എടുക്കാൻ കഴിയും. അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇങ്ങനെയെല്ലാം ചോക്ലേറ്റിൽ മുക്കിയെടുക്കണം. ഈ ചോക്ലേറ്റിൽ മുക്കിയെടുക്കുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിച്ചാലേ അറിയാൻ പറ്റും, അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ചോക്ലേറ്റ്. ആ ക്രഞ്ചിനെസ്സും എല്ലാം ചേർന്ന് നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണം കേട്ടോ.